ഹിന്ദുധർമ്മത്തെ ഇല്ലാതാക്കും എന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുന്ന ചിലരുടെ പുതിയ സിദ്ധാന്തമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു അല്ല എന്നുള്ളത്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ ഒരു സനാതന ഹിന്ദു സന്യാസി തന്നെയായിരുന്നു. ഹിന്ദു മതത്തിൽ സനാതന ധർമ്മത്തിൽ ഇടയ്ക്ക് കയറിക്കൂടിയ തൊട്ടുകൂടായ്മ പോലെയുള്ള അനാചാരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയും ആ സമൂഹത്തെ സനാതനധർമ്മ വിശ്വാസികളുടെ സമൂഹത്തെ ശുദ്ധീകരിച്ച് യഥാർത്ഥ സനാതനധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനത്തിനായി യത്നിച്ച ഒരു ഋഷിവര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തെ ആരൊക്കെ വിചാരിച്ചാലും എത്രയൊക്കെ ശ്രമിച്ചാലും അദ്ദേഹത്തിന് ഒരു സനാതന ഹിന്ദു അല്ലാതാക്കാൻ കഴിയുകയില്ല. അദ്ദേഹം സനാതന ഹിന്ദു ആയിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് അദ്ദേഹം നിരവധി ആരാധനാലയങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം സനാതന വിശ്വാസികളുടെ ആരാധനാമൂർത്തികളായ ദേവീദേവന്മാരെ മാത്രമായിരുന്നു അദ്ദേഹം പ്രതിഷ്ഠിച്ചിരുന്നത്. അല്ലാതെ സെമിറ്റിക് മതങ്ങളുടെ ദേവന്മാരെ ഒരിടത്തും അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടില്ല. അവരുടെ പ്രതീകങ്ങളെപ്പോലും പ്രതിഷ്ഠിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായും ശ്രീനാരായണ ഗുരുദേവൻ സനാതന ഹിന്ദു തന്നെയായിരുന്നു, സനാതനധർമ്മ പ്രചാരകനായിരുന്നു. സനാതനധർമ്മത്തിന് വേണ്ടി, അതിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്ത ഒരു ഉത്തമനായ സനാതന വിശ്വാസിയായിരുന്നു, സന്യാസിയായിരുന്നു. ദൈവതുല്യനായ ഒരു സന്യാസി വര്യൻ തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ഒന്നോർക്കുക, നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ ധർമ്മം, സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ കഴിയുകയില്ല. കാരണം ഈ ധർമ്മം ഒരിക്കലും നശിക്കാത്തതാണ്, അനശ്വരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സനാതനധർമ്മം എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നൂറ്റാണ്ടുകളായി പലരും ശ്രമിച്ചിരുന്നു ഈ ധർമ്മത്തെ ഇല്ലാതാക്കാൻ, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നശിക്കാതെയും അനശ്വരമായി നിൽക്കുന്ന ഈ ധർമ്മം സനാതനധർമ്മം തന്നെ.